40 വയസ്സിലും നമുക്ക് 20ൻ്റെ ചെറുപ്പം നിലനിർത്താൻ വേണ്ടി പറ്റുന്ന അടിപൊളി ഒരു സ്കിൻ കെയർ ആണ്. നമ്മുടെ സ്കിന്നിലെ ചുളിവുകളൊക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് ടൈറ്റൻ ചെയ്യാനായിട്ട്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു സ്കിൻ കെയറിൻ്റെ വീഡിയോ ആണ്. ഈ ഒരു സ്കിൻ കെയർ നമ്മുടെ ഫേസിലെ ചുളിവുകൾ മാറ്റാനായിട്ടും സ്കിൻ നന്നായിട്ട് യങ്ങാക്കി വെക്കാനായിട്ടും അതേപോലെ ടാനൊക്കെ ഉണ്ടെങ്കിൽ ടാനൊക്കെ റിമൂവ് ആക്കിയിട്ട് സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ഗ്ലോ ആവാനായിട്ടും ഒക്കെ പറ്റുന്ന അടിപൊളി ഒരു സ്കിൻ കെയർ ആണ് കേട്ടോ. എന്നെപ്പോലെ 40സിലൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ എന്താണെങ്കിലും സ്കിൻ നന്നായിട്ട് ഡാമേജ് ഒക്കെ ഉണ്ടാവും. അതേപോലെ ചുളിവുകൾ, സ്കിൻ നന്നായിട്ട് ഡ്രൈ ആയിരിക്കും, ടാനൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് യങ്ങാക്കി വെക്കാനായിട്ട് പറ്റുന്ന അടിപൊളി ഒരു സ്കിൻ കെയർ ആണ്. നമ്മളിത് ആഴ്ചയിൽ ഒരു തവണയാണ് കേട്ടോ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പം എനിക്ക് ഒരുപാട് റിസൾട്ട് തന്നിട്ടുള്ള ഒരു സ്കിൻ കെയർ ആണ് കേട്ടോ. അപ്പം എൻ്റെ ഫേസിൽ അങ്ങനെ ചുളിവുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. സ്കിൻ നന്നായിട്ട് യങ്ങായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ 40+ ആയിട്ടുള്ള ആൾക്കാർക്ക് എന്താണെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മളിതൊരു 3 സ്റ്റെപ്സ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പം ഫേഷ്യൽ ഒന്നുമല്ല കേട്ടോ, ഒരു സ്കിൻ കെയർ ആയിട്ടാണ്. ആഴ്ചയിൽ ഒരു തവണ ചെയ്താൽ മതി. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന തൈര് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. തൈര് നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ചുളിവുകളൊക്കെ മാറ്റിയിട്ട് സ്കിൻ യങ്ങാക്കാനായിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കാണാം. അപ്പം ഞാനിവിടെ തൈര് 1 സ്പൂൺ എടുത്തിട്ടുണ്ട്. തൈര് വെച്ചിട്ട് നമ്മൾ ഫസ്റ്റ് ഫേസിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കും. അതിന് ശേഷം നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കഴുകി കളയും കേട്ടോ. അപ്പം ഞാൻ ഇനി തൈര് ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് പോവുകയാണ്. ഈ ഒരു സ്കിൻ കെയർ നമ്മൾ ആഴ്ചയിൽ ഒരു തവണ ചെയ്താൽ മതി. നമ്മുടെ സ്കിന്നിലെ ചുളിവുകളൊക്കെ മാറാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ നമ്മൾ തൈര് മൊത്തത്തിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ വാഷ് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. കുറച്ചൊന്ന് മസാജ് ചെയ്തിട്ട് വാഷ് ചെയ്യും. അപ്പോൾ തൈര് നമ്മുടെ സ്കിൻ നന്നായിട്ട് ക്ലീൻ ആക്കാനായിട്ടും ക്ലിയർ ആക്കാനായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ നമ്മൾ ഇതുപോലെ മസാജുകളൊക്കെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ സ്കിൻ നന്നായിട്ട് ടൈറ്റൻ ചെയ്യാനായിട്ടും അതേപോലെ സ്കിൻ ഒന്ന് ഗ്ലോ ആവാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പം ഞാൻ തൈര് വെച്ച് നന്നായിട്ടൊന്ന് മസാജ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് വരാം. വാഷ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ നല്ല തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്യുക. അപ്പം ഞാൻ ഇനി വാഷ് ചെയ്തിട്ട് വരാം. അപ്പം ഞാൻ നന്നായിട്ട് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് സ്കിൻ നന്നായിട്ടൊരു ഹെൽത്തി ആയും അതേപോലെ ഡ്രൈനസ് ഒക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ടാവും കേട്ടോ. ഇനി ഞാനിത് ഫേസ് ഒന്ന് തുടച്ചെടുക്കട്ടെ. ഇനി അടുത്തതായിട്ട് നമ്മൾ ഒരു മസാജിങ് പോലെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കൂട്ട് തയ്യാറാക്കണം. അതിന് വെറും 2 ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തൈരാണ് കേട്ടോ. ഞാനിവിടെ തൈര് എടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന മഞ്ഞൾപ്പൊടിയാണ്. നമുക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഒരുപാടൊന്നുമില്ല, വളരെ കുറച്ചേ ഉള്ളൂ കേട്ടോ. ഈ ഒരു തൈരിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് പോവുകയാണ്. മഞ്ഞൾ നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ നമ്മുടെ സ്കിന്നിലെ ടാനൊക്കെ റിമൂവ് ആക്കാനായിട്ടും പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടും അതേപോലെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പം നമ്മളത് അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മസാജ് ചെയ്തെടുക്കുക. മസാജ് ചെയ്യുമ്പോഴത്തേക്ക് ഇതുപോലൊക്കെ ചെയ്യുന്ന എന്തിനാണെന്നറിയാമോ, നമ്മുടെ സ്കിൻ നന്നായിട്ട് ഗ്ലോ ആവാനായിട്ടും അതേപോലെ തന്നെ ഫൈൻ ലൈൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാനായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഞാനിത് അപ്ലൈ ചെയ്തിട്ട് മസാജിങ് ഒക്കെ കഴിഞ്ഞു. ഇനി ഞാൻ ഒരു 5 മിനിറ്റ് ഇത് മുഖത്ത് വെച്ചിട്ട് വേണം നമ്മളിത് വാഷ് ചെയ്യാനായിട്ട്. അപ്പോൾ 5 മിനിറ്റ്സിന് ശേഷം വാഷ് ചെയ്തിട്ട് കാണാം. അപ്പോൾ ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. ഇനി ഞാനിത് ഒന്ന് തുടച്ചെടുക്കട്ടെ. അതിന് ശേഷം നമ്മൾ ഒരു പാക്കാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കടലമാവാണ്. ഈ ഒരു 2 ഇൻഗ്രീഡിയൻറ്റ് മാത്രം മതി. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പം നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ അപ്ലൈ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഈ ഒരു സ്കിൻ കെയറിന് വെറും 3 സ്റ്റെപ്സ് മാത്രമേ ഉള്ളൂ. നമ്മൾ ആഴ്ചയിൽ ഒരു തവണ ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിലെ ചുളിവുകൾ മാറ്റിയിട്ട് സ്കിൻ യങ്ങാക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ ഡ്രൈനസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടും സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഒരു തവണയെങ്കിലും ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പം ഞാൻ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഒരു 20 മിനിറ്റ്സ് വെച്ചിട്ട് വാഷ് ചെയ്തിട്ട് കാണിക്കാം. അപ്പോൾ ഞാനിത് നന്നായിട്ട് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്.
അടിപൊളി റിസൾട്ടാണ് കേട്ടോ. ആഴ്ചയിൽ ഒരു തവണ ചെയ്താൽ മതി. നമ്മുടെ സ്കിന്നിലെ ടാനൊക്കെ റിമൂവ് ആകാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ മെയിനായിട്ട് നമ്മുടെ ചുളിവുകളൊക്കെ മാറ്റിയിട്ട് സ്കിൻ എങ്ങാക്കി വെക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. എന്താണെങ്കിലും ഒരു 30 വയസ്സിന് മുകളിലോട്ടുള്ള എല്ലാവർക്കും ചെയ്തു നോക്കാം, അല്ലാത്തവർക്കും ചെയ്യാം കേട്ടോ. എന്നാലും 30 കഴിയുമ്പോഴാണ് നമ്മളെ ഫേസ് ഒന്ന് ഏജ്ഡ് ആയിട്ട് തോന്നുന്നത് കേട്ടോ. ആ ഒരു സമയത്ത് ഈ ഒരു സ്കിൻ കെയർ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫേസ് നന്നായിട്ട് എങ്ങാക്കി വെക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പം ഇനി ചെയ്യാനായിട്ട് പോകുന്നത് ഇതൊന്ന് നന്നായിട്ടൊന്ന് തുടച്ചെടുത്തതിന് ശേഷം ഒരു മോയ്സ്ചറൈസിങ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസിങ് ക്രീം ഡവിൻ്റെ ആണ്. അപ്പോൾ ഞാൻ ക്രീമൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.